വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് ശേഷം കുറേ വീഡിയോസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയപ്പോൾ എല്ലാ മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മീഡിയ ആണ്. ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പങ്ക് വഹിച്ച ആൾക്കാരെന്ന് പറയുന്ന മീഡിയ ആണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കരമായ ബഹുമാനവും കടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പോലും അറിയാതെ എന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആക്കുന്ന പോലെയുള്ള വീഡിയോസ് ആയിരുന്നു പുറത്തു വന്നത്. അത് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരാളേ അല്ല, അങ്ങനെ എന്നെ ആക്കാൻ ശ്രമിക്കല്ല് എന്ന് ഞാൻ എല്ലാ വീഡിയോസിനോടും പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതായത് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ലേന്ന്. അങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു ഇതേപോലൊരു മീഡിയാസ് നടത്തിയ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഡ്രസ്സ് കൊളാബാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എൻ്റെ സപ്ലിമെൻറ്റ്സോ ഒന്നും തന്നെ കൊളാബോ ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നുമല്ല. എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് ഡ്രസ്സ് പലരും ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ സ്വന്തമായിട്ടാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം പിന്നീടുള്ള പ്രോഗ്രാമിന് എനിക്ക് വെസ്റ്റേൺ ലേഡി ഡ്രസ്സുകൾ തന്നു. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോഗ്രാമോടെ കൂട്ടിയിട്ട് ഒരു 4 ഡ്രസ്സ് ഞാൻ അവരുടെയാണ് യൂസ് ചെയ്തിരുന്നത്. ആ ഡ്രസ്സിൽ തന്നെ ഒരു വളരെ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നോർമലി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് ലുക്കോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് എന്നെനിക്ക് പലയിടത്തുനിന്നും അഭിപ്രായം വരികയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാധനം ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ